നമുക്ക് മെയിനായിട്ട് ഫേസ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ് ഫ്രണ്ട് ബ്രേക്ക്. അതിൽ മിക്ക വണ്ടികളുടെയും ഫ്രണ്ട് ബ്രേക്ക് കംപ്ലൈൻറ്റ് ആകാൻ ചാൻസ് കൂടുതലായിരിക്കും. നമ്മളെ ഗാരേജിലായാലും കൂടുതൽ ആൾക്കാർ കംപ്ലയിൻറ്റ്സ് പറഞ്ഞു വന്നത് ഫ്രണ്ട് ബ്രേക്കിൻ്റെയാണ്. എല്ലാവരും ബ്രേക്ക് പാഡ് മാറി പോകാറുണ്ട്, പക്ഷേ ബ്രേക്ക് ഫ്ലൂയിഡും കൂടി ആളുകൾ ചെക്ക് ചെയ്യാറില്ല. ചിലർ പെട്ടെന്ന് ധൃതികളുകൊണ്ട് ചിലപ്പോൾ മറന്നു പോകുന്നതായിരിക്കാം. അത് നോക്കി ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞ ഒരു മെക്കാനിക്സിൻ്റെ ഒരു കടമയാണ്. സോ നമ്മൾ ബ്രേക്ക് പാഡ് മാറുന്ന സമയത്ത് ജസ്റ്റ് അതിൽ ഡസ്റ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ കാലിപ്പർ അയച്ച് ക്ലീൻ ചെയ്യാനും, അതേപോലെ തന്നെ മാസ് സിലിണ്ടർ ഫ്രണ്ട് ബ്രേക്കിൻ്റെ അവിടെ വരുന്ന ചെറിയൊരു ബോക്സ് ഉണ്ട്, അതിനുള്ളിൽ ഫ്ലൂയിഡ് ഉണ്ടാവും. ഫ്ലൂയിഡും നമ്മൾ മാക്സിമം ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ കുറവുണ്ടെങ്കിൽ റീഫിൽ ചെയ്യുക. അത് ഓവർ ഡസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്ത് രണ്ടാമത് ബ്ലീഡ് ചെയ്യുക. ആ ബ്ലീഡിങ് കറക്റ്റായാൽ മാത്രമാണ് നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് പ്രോപ്പറായിട്ട് കിട്ടത്തുള്ളൂ. ഈ പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ മിക്കവരും ശ്രദ്ധിക്കാറില്ല. ശ്രദ്ധിക്കാതെന്ന് വെച്ചാൽ കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ്. ശരിക്കും സർവീസിലൊക്കെ ആയാലും കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ്. ഒന്നല്ലെങ്കിൽ കസ്റ്റമറോട് നമ്മൾ സർവീസ് അഡ്ജസ്റ്റർ പറയും, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക, നമ്മൾ ശരിയാക്കി തരാമെന്ന് പറയും. ഇത് പമ്പ് ചെയ്തെടുക്കാൻ തന്നെ ഏകദേശം 1-2 മണിക്കൂർ എടുക്കും. ചിലതൊക്കെ പെട്ടെന്നാവും, ചില വണ്ടികളൊക്കെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഈ ബജാജിൻ്റെ വണ്ടികളൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അത് ശരിയാക്കി വരാൻ തന്നെ കുറച്ച് ടൈം എടുക്കും. ഈ ഒരു കാര്യങ്ങൾ കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഫ്ലൂയിഡും ബ്രേക്ക് പാഡും അതുപോലെ തന്നെ ഡിസ്ക് പ്ലേറ്റിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതും കറക്റ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും.